നമ്മുടെ സമൂഹത്തിൽ ഇരുന്ന് കാണാൻ പറ്റാത്തതിൻ്റെ കാര്യം നമ്മൾ അവരെ ശരിയായ രീതിയിൽ ഒരു കാര്യം പറഞ്ഞു പഠിപ്പിക്കണില്ല അല്ലെങ്കിൽ മനസ്സിലാക്കി കൊടുക്കണില്ല എന്നുള്ള ലൈഫിൽ വീടിൻ്റെ അകത്തിരുന്ന് ഇപ്പോൾ ഒരു സ്ക്രീനിൽ പോയിരുന്ന് കാണാൻ പറ്റാത്ത മൂവി എന്നില്ല. ഇപ്പോൾ മൊബൈൽ നോക്കിയാൽ പോലും അതൊക്കെ കാണാറുണ്ട്, പണ്ടും കാണാറുണ്ട്. പക്ഷെ എന്താണെന്നറിയോ, ഒരു ലിമിറ്റ് ഉണ്ടായിരുന്നു. ഇപ്പോൾ പിന്നെ ഒരു കാര്യമുണ്ട്, ലിമിറ്റ് ഉണ്ടായാലും ഒളിച്ചും പാത്തു പറഞ്ഞു. ഇപ്പോൾ പബ്ലിക്കിൽ കാണണം, അത്രേ ഉള്ളൂ. പക്ഷെ പബ്ലിക്കിൽ നമ്മൾ സ്വാതന്ത്ര്യത്തിൽ കാണിക്കുന്ന ഒരു കാട്ടായം അത് തെറ്റല്ല എന്ന് കണ്ടു കഴിഞ്ഞാൽ ഈ തെറ്റുകൾ കുറേ കാര്യങ്ങളൊക്കെ ഒളിച്ചും പാത്തും നിന്ന് ചെയ്യണോണ്ട് അത് വലിയ തെറ്റാണ്, അല്ലെങ്കിൽ അതെന്തോ വലിയ സംഭവമാണെന്ന് വിചാരിച്ചാൽ ഒളിഞ്ഞു നോക്കാനുള്ള ത്വര കാണണേ. ഇത് അങ്ങനെയൊന്നും ഉണ്ടാവില്ല. ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ പബ്ലിക്കിലായി കഴിഞ്ഞാൽ ഇതിനുള്ള എഡ്യൂക്കേഷൻ കറക്റ്റായിട്ട് കൊടുത്തു കഴിഞ്ഞാൽ അത് തെറ്റല്ല, സെക്സ് തെറ്റല്ല, ഡ്രസ്സ് തെറ്റല്ല. എന്താ പറയുക, ഇപ്പോൾ എല്ലാം മാറി തുടങ്ങി. അതുകൊണ്ട് തന്നെ തിയേറ്ററിൽ പോയി കാണാൻ പാടില്ല, കാണേണ്ടവർ കണ്ടാൽ മതി. ഇപ്പോൾ കുഞ്ഞുങ്ങൾ അതിൻ്റെ ടീച്ചർ തന്നെ പലപ്പോഴും യൂട്യൂബിലൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെയൊന്നുമില്ല. എല്ലാം എന്താ പറയുക, മായക്കാഴ്ചകൾ, കണ്ണിന് കുളിർമേകുക, ചിന്തിക്കാൻ, ചില സിനിമകൾ ചിന്തിക്കാൻ കഴിവുണ്ടാക്കുക. ചില സിനിമകളിൽ നമുക്ക് കൊറിയോഗ്രാഫി ആയിരിക്കും ഇഷ്ടപ്പെടുക, ചില സിനിമകളിൽ നല്ല എന്താ പറയുക എൻ്റർടൈൻമെൻറ്റ് ഉണ്ടാവും. ചില സമയത്ത് നമ്മൾ ഉറങ്ങിപ്പോകുന്ന സിനിമകളുണ്ട്. എന്നിട്ട് നമ്മൾ പുറത്തു വന്നിട്ട് നമ്മുടെ സുഹൃത്തുക്കളുടെ സിനിമയാണ് നല്ല ഉറങ്ങില്ലേ എന്ന് പറഞ്ഞ പോലെ ഓരോരുത്തരുടെ കഷ്ടപ്പാടാണ്. പിന്നെ അതിൻ്റെ താല്പര്യമുള്ളവർ കാണുക, ഇല്ലെങ്കിൽ വേണ്ട, അല്ലേ?